അപ്പോൾ ഇന്ന് നമ്മൾ ഹലോ മമ്മി എന്ന് പറഞ്ഞ പുതിയൊരു മലയാള സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഐശ്വര്യലക്ഷ്മിയും ഷറഫുദ്ദീനുമാണ് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. പിന്നെ അതെ ഒരു ഹൊറർ കോമഡിയാണ് ഇതിൻ്റെ ജോണർ എന്നാണ് അറിയുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ട്രെയിലർ പ്ലേയർ എന്താണ് കുറച്ച് മെസ്സേജുള്ള വിളിച്ചിട്ടും എടുക്കുന്നില്ല. ബോണി, ഞാനത് പറഞ്ഞ ബോണിക്ക് മനസ്സിലാവണമെന്നില്ല. ബോണിയുടെ ഒരു കാര്യം പറയാൻ ചമൻചാക്കോ തൊമ്മ നിർബന്ധിച്ചിട്ടേ ബോണി ഒരു പെൺകൊച്ചിനെ പോയി കണ്ടായിരുന്നു. ഒരു റിലേഷൻഷിപ്പിലുള്ള പ്രശ്നമാണെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിച്ച സ്വഭാവം പ്രശ്നങ്ങളുള്ളൂ. തുറന്നു പറഞ്ഞ എന്ത് പ്രശ്നമുള്ള ഞാനാണെങ്കിൽ മമ്മിക്ക് ബോണി ഇഷ്ടമല്ല. മമ്മിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മമ്മി എടുത്ത് സംസാരിച്ചേ. മമ്മിക്കെന്ന് പറയുമ്പോൾ വൈശാഖ് എലൻസ് പുള്ളിയുടെ ഫസ്റ്റ് ഓടാന്ന് തോന്നല്ലേ? അത് അത്ഭുതമാണ്. ഈ കാര്യത്തിൽ എന്ത് സംഭവിച്ചാലും ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഓ ഗോസ്റ്റ് അതുള്ളായിരുന്നല്ലേ? പുള്ളി കൊള്ളാലോ. ആരാ അത്? ഇതെന്താ സംഭവം? ലൂസിഫർ വൈബാണോ അല്ലേ? സി ജി ഒക്കെ കൊള്ളാലോ കുറച്ച്. ഹലോ മമ്മി. ഇരുപത്തൊന്നാം തീയതി അല്ലേ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ലൈനാ. അതായത് വീട്ടില് അച്ഛനും മോളും അമ്മയുടെ പ്രേതോ. അല്ല, ഇവർക്കൊക്കെ അറിയാവുന്ന പോലല്ലേ? അതെ, അവരെല്ലാം ഭയങ്കര അച്ഛനും മോൾക്കും അറിയാം. പയ്യനെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടണം, അതാണ് ലൈൻ തോന്നുന്നത്. അത് ഭയങ്കര രസമുള്ള ഒരു ലൈനാണല്ലോ. പക്ഷെ ആക്ച്വലി മലയാളത്തിൽ ഹൊറർ കോമഡി വളരെ കുറവാണ്. അതെ അതെ അതെ, ഫണ്ണാക്കാൻ പറ്റിയ ഒരു ലൈൻ ഉണ്ട്. പിന്നെ മറ്റേ ബിന്ദു പണിക്കട്ടെ ജസ്റ്റ് ഒരു ഷോട്ട് രസമുണ്ട്. അതുപോലെ മറ്റേ വന്ന മന്ത്രം ഒഴിപ്പിക്കാൻ വന്ന വ്യക്തി ആയിരിക്കുമല്ലോ മറ്റേ പുള്ളി ആക്ച്വലി എനിക്ക് തോന്നുന്നു എന്തോ മലയാളി അല്ലെന്ന് തോന്നുന്നു. എന്തോ ഫാന്റസി, കുറച്ചുകൂടെ ഫാന്റസി പറക്കൊക്കെ ചെയ്യുന്നത്. അതെ പുള്ളിക്ക് കുറച്ച് ഫാന്റസിക്കൽ സൈഡ് ഉണ്ട് എന്ന് തോന്നുന്നു. അത് കൊള്ളാം. ഒരു ഇപ്പൊ മലയാളത്തിൽ ഇങ്ങനത്തെ ടൈപ്പ് പടങ്ങൾ അത് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. അതിലെ ഫണ്ട് വർക്കൗട്ടായ പടം ഡെഫിനറ്റ്ലി ഹൊറർ കോമഡി ആണല്ലോ. അപ്പൊ പിന്നെ ജോമോന് അങ്ങനെ കുറച്ച് അജു വർഗീസ്, ഷറഫ് ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് മറ്റേ ഗസ്റ്റ് റോൾ ആദ്യം എനിക്ക് തോന്നുന്നു മേ ബി. കാരണം പുള്ളി ഫുൾ ഫ്ലെഡ്ജ് റോളാണോ എന്നറിയില്ല. ഈ ഐഷു ഷറഫുദ്ദീൻ കോംബോ ഫസ്റ്റ് ടൈം അല്ലേ ഇത്? അല്ല, ഇതിന് മീൻസ് അവര് പേരായിട്ട് മറ്റേ വരതനാഥുണ്ടല്ലോ ഇവര് പേരായിട്ട് ഫസ്റ്റ് ടൈം അല്ല. ബട്ട് ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ലൈനുണ്ട് ഇതിനകത്ത്. ഇത് എന്താവുമെന്നുള്ളത് നമുക്ക് നവംബർ 21 തീയതി അറിയാം. ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കണ്ടു നോക്കാം എന്നൊരു സിനിമയാണെന്ന് തോന്നുന്നു അല്ലേ? ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അതിനകത്ത്. അത് കാണാൻ എന്താ സംഭവം എന്നറിയാം. രസമുള്ള പടമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം. അടുത്ത വേറെ സിനിമ കുറച്ച് പടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് നവംബർ 21 തീയതി ഇത് കണ്ടു നോക്കാം.